ക്ലാസ് ഓഫ് അക്കാഡമി പകൽക്കുറി. +2ന്റെ മനോഹരമായ ഒരു പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങിയിരുന്നു അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മനോഹരമായ പാഠങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. യുവർ സെക്കൻഡ് യൂണിറ്റ്, ദാറ്റ് ഈസ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഞാൻ പറഞ്ഞു ഓരോ യൂണിറ്റും ഓരോ തീം ബേസ്ഡ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അല്ലെ, സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ സെക്കൻഡ് യൂണിറ്റ് ദാറ്റ് ഈസ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി പലതരത്തിലുള്ള നമ്മുടെ ക്വാളിറ്റീസ്, ഹ്യൂമൻ വാല്യൂസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ മനോഹരമായ പാഠമാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ അതിമനോഹരമായ ഒരു കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. ആ മെൻഡിങ് വാൾ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം റോബർട്ട് ഫ്രോസ്റ്റിന്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതകൾ ഇറ്റ് ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ഒരു ഡിലൈറ്റിൽ തുടങ്ങി വിസ്ഡത്തിൽ അവസാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്നത്തെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന കവിതയെ നോക്കിയിട്ട് നമുക്ക് പുതിയ ലെസണിലോട്ട് പോകാം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റോട്ടാണ് പോകുന്നത്, ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഞാൻ പറഞ്ഞു ഓരോരോ വാല്യൂസിനെ കുറിച്ചാണ് ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മെൻഡിങ് വാൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോം വിച്ച് വാസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. നെക്സ്റ്റ് വൺ അമിഗോ ബ്രദേഴ്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി വിച്ച് വാസ് റിട്ടൺ ബൈ പിയറി തോമസ്. ലാസ്റ്റ് വൺ ദി അവർ ഓഫ് ട്രൂത്ത് വിച്ച് വാസ് വൺ ആക്ട് പ്ലേ. ഇറ്റ് വാസ് റിട്ടൺ ബൈ പെർസിവർ വൈൽഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന മനോഹരമായ പാഠങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഇന്നത്തെ കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്ന ഒരു പോമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത് തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാഠത്തിലേക്ക് അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ലെസണിലോട്ടും കിടക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂണിറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ഹൈറ്റ്സ് ഓഫ് ഹാർമണിയാണ്. ആ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു മനോഹരമായൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ജൂലിയ എഫ് കാർനി പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ, മനോഹരമായൊരു കോട്സ് വരിയായിരുന്നു. ആരുടേതായിരുന്നു അത്? എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞത്? അതിനകത്ത് ഐ ആം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് എൻസ്റ്റേഴ്സ് മീ, ഐ ആം എ ഫ്രീ ഹ്യൂമൻ ബീയിങ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ. ഷാർലറ്റ് ബ്രോണ്ടി പറഞ്ഞാണല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് പരാമർശിക്കുന്നത് ജൂലിയ എഫ് കാർനി പറഞ്ഞ ഒരു ചെറിയൊരു ഡയലോഗാണ്, അല്ലെങ്കിൽ ചെറിയൊരു കൊട്ടേഷനാണ്. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻഡ് ഈഡൻ ലൈക്ക് ദ ഹെവൻ എബോവ്. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, അതായത് ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ് എന്താണ്? കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ. എന്തിൻ്റെയാണ്? കൈൻഡ്നസ് അല്ലേ, എന്താണ്? ദയ നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, എന്താണ്? സ്നേഹം നിറഞ്ഞ വാക്കുകൾ. മേക്ക് അവർ എർത്ത് ആൻഡ് ഈഡൻ, നമ്മുടെ ഭൂമി എന്താക്കി മാറ്റുന്നു? ഒരു ഏഡനാക്കി മാറ്റുന്നു. ഏഡൻ എന്താണ്? ഏഡൻ എന്ന് പറയുന്നത് ലൈക്ക് ദ ഹെവൻ എബോവ്, ഏതൻ തോട്ടുന്ന കേട്ടില്ലേ അല്ലേ, സ്വർഗതുല്യമാക്കി മാറ്റുന്നു എന്നാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻഡ് ഈഡൻ ലൈക്ക് ദ ഹെവൻ എബോവ് ബൈ ജൂലിയ എഫ് കാർനി. ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം. Fraternity and tolerance are the twin virtues of harmonious living. But do we cherish these qualities in our daily life? What should be our attitude to our neighbors? Need we accept their ideas as well in order to maintain good relationship with them? Read the poem given below and find out how Robert Frost provides food for thought. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. ഫ്രറ്റേണിറ്റി സാഹോദര്യവും ആൻഡ് ടോളറൻസ് സഹിഷ്ണുതയും ആർ ദ ട്വിൻ വെർച്യൂസ് ഓഫ് ഹാർമോണിയസ് ലൈഫ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഐക്യതയോടുള്ള ജീവിതത്തിന് വേണ്ട ടു ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഡു വി ചെറിഷ് ദീസ് ക്വാളിറ്റീസ് ഇൻ അവർ ഡെയിലി ലൈഫ്? പക്ഷേ നമ്മുടെ നിത്യേനുള്ള ജീവിതത്തിൽ നമ്മൾ ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നെയ്ബേഴ്സ്? നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്?
നീഡ് വി അക്സെപ്റ്റ് ദിയർ ഐഡിയാസ് ആസ് വെൽ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ദം. അവരുടെ ആശയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാറുണ്ടോ നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട്? അപ്പോൾ ഇവിടെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന കവിതയിൽ എന്താണ് അയൽക്കാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. സിമ്പിൾ ഒരു പോയത്തിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന കവി വിരൽ ചൂണ്ടുന്നത് വലിയൊരു തീമിലേക്കാണ്. ആ തീം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. നമ്മളെല്ലാവരെയും തുല്യരായി കാണണം. അവർക്കും എന്തുണ്ട്, നമ്മളെപ്പോലുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഇമോഷൻസൊക്കെ അവർക്കും ഉണ്ടെന്നുള്ള കരുതലും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം മനോഹരമായൊരു കവിതയാണ് മെൻഡിങ് വാൾ, വിച്ച് വാസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയാണ്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹി വാസ് ബോൺ ഇൻ 1874. 1874 അദ്ദേഹം ജനിച്ചത്. ഈസ് ആൻ അമേരിക്കൻ പോയറ്റ്. അമേരിക്കൻ പോയറ്റാണ്. വെൽ നോൺ ഫോർ ഹിസ് പോയംസ് ദാറ്റ് ആർ കൊളോക്കിയൽ ഇൻ സ്റ്റൈൽ. ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഇറ്റ് ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്റ്റം. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും എന്താണ്, ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്റ്റം. വളരെ സന്തോഷത്തോടെയും ഒപ്പം വിസ്റ്റം ഒരു ഗുണപാഠത്തോടു കൂടി അല്ലെങ്കിൽ നല്ലൊരു വിവേകത്തോടു കൂടി അവസാനിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റേത് കേട്ടോ. അപ്പോൾ എന്താണ്, ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്റ്റം. In 1924 he received the first of 4 Pulitzer Prizes for his book New Hampshire. അപ്പം ന്യൂ ഹാംപ്ഷയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് പുലിറ്റ്സർ പ്രൈസ് എന്ന ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നൊബൽ പ്രൈസ് കേട്ടോ. നൊബൽ പ്രൈസിന് തുല്യമായൊരു പ്രൈസാണ് പുലിറ്റ്സർ. അപ്പോൾ ഫസ്റ്റ് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് കൃതിയാണിത്. ഹി വൺ ഹിസ് അതർ പുലിറ്റ്സർ പ്രൈസ് ഫോർ കളക്റ്റഡ് പോയംസ്, ഫർദർ റേഞ്ച്, എ വിറ്റ്നസ് ട്രീ, stopping by the woods on a snowy evening, and a road not taken are two among his famous poems. അതിൻ്റെ പ്രധാനപ്പെട്ട പോയംസ് രണ്ടെണ്ണം ഏതൊക്കെയാണ്? സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്ങും റോഡ് നോട്ട് ടേക്കണം. ഹി പാസ്ഡ് അവേ ഇൻ 1963. 1963 അദ്ദേഹം അന്തരിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോയറ്റായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് പോകാം. ഈ കവിതയുടെ തീം എന്ന് പറയുന്ന പിക്ചറിൽ കാണുന്നുണ്ടല്ലേ, ഒരു മെൻഡിങ് വാൾ, ആ തലക്കെട്ട് പോലെ തന്നെയാണ്. നമ്മുടെ കവിയും കവിയുടെ അയൽക്കാരനും എന്ത് ചെയ്യണം, ഒരു മതിൽ പണിയുകയാണ് അല്ലെങ്കിൽ പൊളിഞ്ഞു വീണ മതിൽ നന്നാക്കുകയാണ്. അപ്പോൾ അവിടെ അവരുടെ ചിന്താ രീതിയും അവരുടെ മതിലിനോടുള്ള അവരുടെ സമീപനവും തുടങ്ങിയതെല്ലാം ഈ കവിതയിലൂടെ പരാമർശിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. Something there is that doesn't love a wall, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made them repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go to each the boulders that have fallen to each, and some are lows and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to little more. There where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the one corns under his pines. I tell him, he only says, good fences make good neighbors. Spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows, but here there are no cows? Before I built a wall, I would ask to know what I was walling in or walling out.
and to whom I was like to give offense. Something there is that doesn't love a wall, but it's not else exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage armed. He moves in darkness, as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ. ഞാൻ പറഞ്ഞു കവിയും കവിയുടെ അയൽക്കാരനും മതിൽ നന്നാക്കാൻ, രണ്ടുപേരുടെയും പുരയിടത്തിനിടയിലുള്ള മതിൽ നന്നാക്കുകയാണ്. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. അവിടെ എന്തോ ഒന്നുണ്ട്, ഈ മതിലിനെ സ്നേഹിക്കാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ ആൻഡ് ഇറ്റ് ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ. അതുകൊണ്ടല്ലേ അല്ലേ, എന്താണ് ആ തറയിൽ അവിടെ നിൽക്കുന്ന മതിൽ, അപ്പം മതിൽ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മുടെ ഈ മതിൽ പൊളിഞ്ഞു വീഴുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അൺനോണാണ്. അപ്പോൾ ഓരോ വർഷവും അവിടെ മൺകൂന ഉയർന്ന് എന്താണ് മതിൽ താഴേക്ക് പതിക്കുന്നു. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ. മുകളിൽ അടുക്കി അടുക്കി വരെ വെച്ചിരിക്കുന്ന കല്ലുകൾ താഴേക്ക് തള്ളിയിടുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്. അല്ലേ, രണ്ടു പേർക്ക് സുഖമായി കടന്നു പോകത്തക്ക വിധത്തിലുള്ള വലിയൊരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. കാരണം അതിനകത്തുള്ള കല്ലുകളെല്ലാം താഴേക്ക് പതിച്ച് എന്ത് ചെയ്യുന്നു, വലിയൊരു ഗ്യാപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. അപ്പം കാരണം അറിയാൻ വയ്യ അല്ലേ, എന്തുകൊണ്ടോ ഒന്നുകിൽ എന്താണ് ഭൂമിയിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടായതാകാം, അതല്ലാത്ത പക്ഷം ദ ഹണ്ടേഴ്സ് എന്താണ്, വേട്ടക്കാരുടേതാണ് മറ്റൊരു കാരണമെന്ന് പറയുന്നത്. അവരുടെ പ്രവർത്തന ഫലമായിട്ടായിരിക്കാം ഈ ഗ്യാപ്പ് ഉണ്ടായെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ. കാരണം ഹണ്ടേഴ്സ് പലതിനെയും എന്ത് ചെയ്യാനായിട്ട്, അറ്റാക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഇത് വലിയ മാളങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പൊളിഞ്ഞു വീണതാകാം. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ. അപ്പം അവർ പൊളിച്ചിടുന്ന് പോകുന്നു, പുറകെ ഞങ്ങൾ വരുന്നു, അത് നന്നാക്കുന്നു. വെയർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ ബട്ട് എന്താണ് പറഞ്ഞത്, ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ. അപ്പോൾ അവരെ പുറകെ വന്ന് ഞങ്ങളത് എന്ത് ചെയ്യുന്നു, റിപ്പയർ ചെയ്യുന്നു. വെയർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. അടിക്ക് പുറകെയാണോ കല്ല് വെച്ചേക്കുന്നതല്ല, കല്ലുകൾ തെറിച്ച് പലയിടങ്ങളായി കിടക്കണം, അത് ഞങ്ങൾ അടിക്ക് പുറകെ വീണ്ടും കൊന്നേന്ന് പറഞ്ഞ് റെഡിയാക്കണം. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ് ദ ഗ്യാപ്സ് ഐ മീൻ. അപ്പം കവി തന്നെ സങ്കല്പിക്കാൻ വാട്ട് ആർ ദ റീസൺസ് എന്നുള്ളത്. ഓക്കെ, ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ്. ഈ പല മാളങ്ങളിലൊക്കെ മുയിലും അതൊക്കെ ഒളിച്ചിരിക്കും അല്ലേ. ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ് എന്നാണ് ഈ നായ്ക്കളുണ്ടല്ലേ, കുരയ്ക്കുന്ന നായ്ക്കൾ, അവരെന്ത് ചെയ്യാണ് അതിനെ പിടിക്കാനായിട്ട് മാളം വലുതാക്കുന്നതായിരിക്കാം. ഇതൊക്കെ ആരുടെ തോട്ട്സാണ്, കവിയുടെ. ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. ഈ മതിൽ പൊളിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ പൊളിച്ചിടുന്നത് ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ബട്ട് അറ്റ് സ്പ്രിങ് മെൻറ്റിങ് ടൈം വി ഫൈൻഡ് ദം ദെയർ. പക്ഷേ സ്പ്രിങ് സീസൺ ആകുമ്പോൾ, അതായത് മതിൽ എല്ലാ സ്പ്രിങ് സീസണിലും പൊളിഞ്ഞു വീഴും, ആ സമയമാകുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. ഹൂ ആർ ദ വി ഹിയർ. ആരൊക്കെയാണ് അവിടുത്തെ വി എന്ന് പറയുന്നത്, ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ. അവർ ഈ മതിൽ നന്നാക്കുന്ന സമയത്ത് എല്ലാ സ്പ്രിങ്ങിലും അവർ കണ്ടുമുട്ടുന്നു. ഐ ലെറ്റ് മൈ നൈബർ നോ ബിയോണ്ട് ഹിൽ. എനിക്കറിയാം എൻ്റെ അയൽക്കാരനെ, ഈ പുരയിടത്തിൻ്റെ ഉടമയെ അറിയാം, കുന്നിനപ്പുറം താമസിക്കുന്ന അയൽക്കാരനെ അറിയാം. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. പക്ഷെ ആ ദിവസം ഞങ്ങൾ വരിയൊത്ത് നടക്കുന്നു. എന്തിനു വേണ്ടിയാണ്, ടു മെൻ ദ വാൾ, ആ മതിൽ നന്നാക്കാൻ.
ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്കിടയിലെ ആ മതിൽ ഫോം ചെയ്യുന്നു, വീണ്ടും മെൻഡ് ചെയ്ത് റെഡിയാക്കുന്നു. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. നമ്മൾ നടന്നു പോകുമ്പോൾ എന്ത് മതിലുകൂടെ കെട്ടിയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. അപ്പം തറയിൽ വീണ് കിടക്കുന്ന കല്ലുകൾ, അപ്പം മിക്കതും ചിലതെന്താണ് ബ്രെഡ് പോലെ അതേ ഷേപ്പിലുള്ളതായിരിക്കാം അല്ലേ. ചിലതെന്താണ് ബോൾസ് എന്താ ബോൾസ് അല്ലേ, റൗണ്ടഡ് ഷേപ്ഡ് ആയിരിക്കാം. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. ഈ കല്ലുകൾ തിരിച്ച് പെറുക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു സ്പെൽ എന്താണ്, ഒരു മാന്ത്രികത തന്നെ വേണം അതവിടെ പിടിച്ചിരുത്താൻ. സ്റ്റേ വെയർ യു ആർ അൻറ്റിൽ അവർ ബാക്ക്സ് ആർ ടേൺഡ്. നമ്മളെ തിരിയുന്നവർ മീൻസ് അത് ജോലി ചെയ്ത് തിരിയുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. സ്ഥിരമായി കല്ല് പിടിച്ച് അല്ലെങ്കിൽ മതിൽ മെൻഡ് ചെയ്ത് ഞങ്ങളുടെ കൈ എന്തായി മാറിയിരിക്കുന്നു, പരുക്കനായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പേജ്. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ് ആൻഡ് സ്പിൽസ് ദി അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs, the gaps I mean. No one has seen them made or heard them made, but at spring mending time we find them there. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us as once again. We keep the wall between us as we go to each the boulders that have fallen to each, and some are loaves and some so nearly bowls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. അതായത് നമ്മുടെ കവിയുടെ അയൽക്കാരൻ്റെയും പീഠത്തിനിടയിൽ എന്തുണ്ട്, ഒരു വാൾ ഉണ്ട് അല്ലേ. എല്ലാ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴും അത് എന്ത് ചെയ്യുന്നു, പൊളിഞ്ഞു വീഴുന്നു. അപ്പം അവരവിടെ എന്ത് ചെയ്യുന്നു, വീണ്ടും വന്ന് മെൻഡ് ചെയ്യുന്നു. നമ്മുടെ കവി പല ഊഹാപോഹങ്ങൾ അല്ലേ, പല തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുന്നു. മേ ബി ദ ഹണ്ടേഴ്സ്, അതർവൈസ് മേ ബി ദ ഹെൽപ്പിംഗ് ഡോഗ്സ് അല്ലേ. ഇപ്പോൾ ഇതൊക്കെ ആയിരിക്കാം റീസൺസ് എന്ന് പറയുന്നത് അല്ലേ. ബട്ട് ഇൻ എവറി സ്പ്രിംഗ് സീസൺ, പക്ഷേ എല്ലാ സ്പ്രിംഗ് സീസണിലും ദേ ട്രൈ ടു മെൻഡ് ദ വാൾ. അവരൊരുമിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വാൾ മെൻഡ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പം അതിലൂടെ അവർക്കിടയിൽ ഒരു മതിൽ വീണ്ടും ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലോട്ട് പോകാം. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, one on a side it comes to little more. There where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the cones under his pines. I tell him, he only says good fences make good neighbors. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. കവി അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു തരത്തിലുള്ള ഔട്ട്ഡോർ ഗെയിം എന്താണ്, പുറത്തിറങ്ങി കളിക്കുന്ന ഒരു വിനോദമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ വർഷവും കളിക്കുന്ന ഒരു കളി. വൺ ഓൺ എ സൈഡ് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ അല്ലേ. വീണ്ടും ഒരു സൈഡിൽ നിന്ന് ഒരാൾ മതിൽ കെട്ടിപ്പൊക്കുന്നു, മറ്റൊരു സൈഡിൽ നിന്ന് മറ്റൊരാൾ. ദെയർ വെയർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. കവി പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ. ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. അദ്ദേഹത്തിനുള്ളത് പൈൻ തോട്ടവും എനിക്കുള്ളത് ആപ്പിൾ തോട്ടവുമാണ്. അതായത് എൻ്റെ പുരയിടം നിറച്ച് ആപ്പിളും നമ്മുടെ അയൽക്കാരൻ്റെ പുരയിടം നിറച്ച് എന്തുവാണ്, പൈൻ മരങ്ങളുമാണ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹീസ് പൈൻസ്. എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും ചെന്ന് അദ്ദേഹത്തിൻ്റെ പൈൻ മരത്തിൽ പിടിക്കുന്ന കോൺസ് കഴിക്കത്തില്ല. പിന്നെ എന്തിനാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാൾ ബിറ്റ്വീൻ ദീസ് ടു ലാൻഡ്സ്. ഈ രണ്ട് ലാൻഡ്സിനും ഇടയിലുള്ള മതിലിൻ്റെ ആവശ്യകത എന്താണ്.
ആൻഡ് ഈ ദ കോൺസ് ആൻഡ് ദ പോയിൻറ്റ്സ് ഐ ടെൽ ഹിം ഹി ഓൺലി സേസ്. പക്ഷേ എപ്പോൾ ഈ മതിലിനെ കുറിച്ച് ചോദിച്ചാലും നമ്മുടെ അയൽക്കാരന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്താണ്? ഹി ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ലൈനാണ്, പലതവണ എക്സാമിന് ചോദിച്ചതാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല അതിർവരമ്പുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ അയൽക്കാരൻ്റെ കാഴ്ചപ്പാടാണത്, കവിയുടെ അല്ല. ദ പോയറ്റ്സ് നൈബർ ബിലീവ്സ്, എന്താണ് വിശ്വസിക്കുന്നത്? ഗുഡ് നൈബേഴ്സ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അതിർവരമ്പുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു. സ്പ്രിംഗ് ഈസ് ദ മിച്ചീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ could put a notion, he said. Why do they make good neighbors? Isn't it? Where there are cows, but here there are no cows. Before I built a wall, I would ask to know what I was walling in or walling out, and to whom I was like to give offense. Something there is that doesn't love a wall, that wants it down. I could say else to him, but it's not else exactly, and I would rather he said it for himself. I see him there bringing a stone grasped firmly by the top, in each hand like an old stone savage armed. He moves in darkness, as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. സ്പ്രിങ് ഈസ് ദ മിച്ചീഫ് ഇൻ മീ, അല്ലേ? നമ്മളെല്ലാ സ്പ്രിങ് സമയത്തുമാണ് ഇത് പൊളിയുന്നത്, അല്ലേ? അപ്പോൾ അതിലെന്തോ ഒരു കുസൃതിയുണ്ട്. ആൻഡ് ഐ വണ്ടർ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഈ സെറ്റ്, അപ്പം ഞാൻ ഈ പറഞ്ഞ് നമ്മുടെ അയൽക്കാരൻ്റെ തലയിലൊരു ഐഡിയ, അതായത് മതിൽ വേണ്ട എന്നൊന്ന് തീരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യമുണ്ടോ? വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, എന്തിനാണ് മതിലുകൾ കെട്ടി നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നത്? ഈസിൻറ്റ് ഇറ്റ് വേർ ദെയർ ആർ കൗസ്, അല്ലേ, അവിടെ പശുക്കളുണ്ട്. ബട്ട് ഹിയർ ദെയർ ആർ നോ കൗസ്, പക്ഷേ ഇവിടെ എന്തില്ല? പശുക്കളില്ല. ബിഫോർ ഐ ബിൽറ്റ് എ വോൾ ഐ വുഡ് ആസ്ക് ടു നോ, ഒരു മതിൽ കെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഐ വാസ് വോളിങ് ഇൻ ഓർ വോളിങ് ഔട്ട്, ഞാൻ എന്താണ് മതിൽ കെട്ടി സംരക്ഷിക്കേണ്ടത്, ഈ മതിലിനകത്തും പുറത്തുമായി എന്താണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗീവ് ഒഫൻസ്. സംതിങ് ദെയർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, പക്ഷേ ഇവിടെ എന്തോ, ഭൂമിയിൽ എന്തോ ഒന്നുണ്ട് മതിലിനെ സ്നേഹിക്കാത്തതായിട്ട്, മതിൽ കെട്ടുന്ന തെറ്റായി കണക്കാക്കുന്ന ഒന്ന് എന്തോ ഉണ്ട്. അതുകൊണ്ടല്ലേ എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ മതിൽ അവിടെ നിന്നും പൊളിഞ്ഞ് വീഴുന്നത്. അപ്പോൾ എന്തോ ഒന്നുണ്ട് മതിലിനെ സ്നേഹിക്കാത്തതായിട്ട്. ദാറ്റ് വാണ്ട്സ് ടു ഡൗൺ, അതെന്താഗ്രഹിക്കുന്നു? മതിലിനെ താഴെ തള്ളിയിടാൻ ആഗ്രഹിക്കുന്നു. ഐ കുഡ് സേ ഏൾസ് ടു ഹിം, എനിക്ക് പറയാനാവും എന്താണ്? അതെന്താണ്? ഒരു ഫെയറീസ് ആയിരിക്കാം, എന്തോ അദൃശ്യമായ ശക്തിയായിരിക്കാം ഇത് തള്ളിയിടുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് എൽസ് എക്സാക്ട്ലി, ഐ വുഡ് റാദർ, യഥാർത്ഥത്തിൽ എന്തല്ല, ഇത് എൽസ് ഒന്നുമല്ല. ഹീ സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. ഐ സീ ഹിം ദിയർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്യാപ്സ് ഫേംലി ബൈ ദ ടോപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ നൈബറിനെ എനിക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ്? ഇൻ ഈച്ച് ഹാൻഡ്, ഓരോ കയ്യിലും, അല്ലേ? എങ്ങനെയാണ്? ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്യാസ്പ്ഡ്, കയ്യിലും കല്ല് പിടിച്ച്, കല്ലും തോളിലേറ്റി. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്, പഴയ ശിലായുഗത്തിലെ പ്രാചീന മനുഷ്യനെ പോലെ തോളിൽ അല്ലെങ്കിൽ കയ്യിൽ കല്ലുമേറ്റിക്കൊണ്ട് ഒരു സാവേജ് ആംഡ്, അല്ലേ, പ്രാചീന മനുഷ്യനെ പോലെ നടന്നു വരുന്ന എൻ്റെ അയൽക്കാരനെ എനിക്ക് കാണാൻ സാധിക്കും. ഹീ മൂവ്സ് ഇൻ ഡാർക്ക്നെസ്, അദ്ദേഹം ഇരുട്ടിലൂടെ നീങ്ങുന്നു. ആസ് ഇറ്റ് സീംസ് ടു മീ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ്സ് ഓഫ് ട്രീസ്, എന്താണ്? കാടല്ല, പകരം എന്താണ്? മരങ്ങളുടെ തണൽ, നിഴൽ. ഹീ വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹീസ് ഫാദേഴ്സ് സെയിം, പക്ഷേ എല്ലാ വർഷവും മതിൽ നന്നാക്കുന്ന നമ്മുടെ കവിയുടെ അയൽക്കാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നതിൽ തന്നെ, അല്ലെ, അച്ഛൻ പറഞ്ഞതിൽ തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. എന്താ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഹീ ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ, ഹീ സെയ്സ് അഗെയിൻ, എപ്പോഴും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക്
ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന അച്ഛൻ്റെ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആര്? നമ്മുടെ കവിയുടെ അയൽക്കാരൻ. പക്ഷേ നമ്മുടെ കവി ഈ കവിതയിൽ യഥാർത്ഥത്തിൽ വാൾ അല്ലെങ്കിൽ മതിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? ഒരിക്കലും അല്ല, അല്ലേ? ദ പോയറ്റ് ഈസ് നോട്ട് സപ്പോർട്ടിങ് ദ വാൾസ്. കവി നമ്മുടെ അല്ലെങ്കിൽ ഈ മതിലുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കവിയുടെ അയൽക്കാരൻ, ഹിസ് നൈബർ ബിലീവ്സ്, അതിലാണ് വിശ്വസിക്കുന്നത്. ഇൻ ഹിസ് ഫാദേഴ്സ് സേയിങ്, എൻ്റെ അച്ഛൻ പറയുന്നില്ല. എന്താ പറയുന്നത്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല മതിലുകൾ അല്ലെങ്കിൽ നല്ല അതിർവരമ്പുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാദത്തിൽ ആര് വിശ്വസിക്കുന്നു? നമ്മുടെ കവിയുടെ അയൽക്കാരൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിൾ പോയത്തിലൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന കവി എന്താണ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്. മതിലുകൾ കെട്ടി, മതിലുകൾ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സിമ്പലാണല്ലേ. കാരണം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥയുടെയും അതിർവരമ്പുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം തകർത്തെറിഞ്ഞ് മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നൊരു ചിന്താഗതിയോട് കൂടിയാണ് അല്ലെങ്കിൽ എന്നൊരു തീമോട് കൂടിയാണ് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ, there where it is we do not need the wall. കവി തന്നെ പരാമർശിക്കുകയാണ്, നമുക്ക് ഈ മതിലിൻ്റെ ആവശ്യമില്ല. he is all pine, അദ്ദേഹത്തിൻ്റെ പുരടം നിറച്ച് പൈൻ മരമാണ്. and I am apple orchard, എൻ്റേത് നിറച്ച് ആപ്പിൾ മരവും. and my apple trees will never get across and eat the cones under these pines. എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പൈൻ മരങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന കോൺസ് കഴിക്കാറില്ല. I tell him he only says good fences make good neighbors. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് ഒറ്റ പറച്ചിലുള്ള അയൽക്കാരൻ എന്തെന്നാണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന്, അല്ലേ? അപ്പം നമ്മുടെ അപ്പം കവി ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ഈ മതിൽ പൊളിഞ്ഞു വരുന്നത്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? മേ ബി ദ എൽസ്, ചിലപ്പോൾ അദൃശ്യമായ എന്തെങ്കിലും ശക്തിയായിരിക്കാം, അല്ലേ? എന്തെങ്കിലും ഫെയറീസിൻ്റെയൊക്കെ എന്തായിരിക്കാം ഇടപെടൽ കൊണ്ടായിരിക്കാം പൊളിയുന്നത്. പക്ഷേ നമ്മുടെ കവിയുടെ അയൽക്കാർ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, അല്ലേ? അദ്ദേഹത്തിന് എന്താണ് ഈ മതിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ മതിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ മതിൽ ഈ രണ്ട് പുരടത്തിനിടയിൽ ഉണ്ടാകണം എന്നൊരു വാശിയോടുകൂടിയാണ് നമ്മുടെ കവിയുടെ അയൽക്കാരൻ നിലനിൽക്കുന്നത്. ഒരു മനോഹരമായൊരു പോയമാണ് എന്ന് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് രണ്ട് ഐഡിയാസാണ്, അല്ലേ? നമ്മുടെ ആരുടെയൊക്കെയാണ്? നമ്മുടെ പോയറ്റിൻ്റെ നൈബറിൻ്റെയും ഐഡിയാസാണ് എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയറ്റിന് എന്താണ് അദ്ദേഹം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എന്താണ്? എല്ലാവരെയും തുല്യരായി കാണണം. എ വാൾ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ ബിറ്റ്വീൻ ടു ലാൻഡ്സ്, രണ്ട് ലാൻഡ്സിനിടയിൽ എന്ത് വേണ്ട? മതിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കവി. അറ്റ് ദ സെയിം ടൈം പക്ഷേ അതേ സമയത്ത് നമ്മുടെ കവിയുടെ അയൽക്കാരൻ ഹി ബിലീവ്സ് എന്താണ്? ഗുഡ് ഫെൻസസ് മേ ഗുഡ് നെയ്ബേഴ്സ്. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. യു ആർ ഗോയിങ് ടു പ്രസൻറ്റ് ദ ടോപ്പിക് അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു പ്രസൻറ്റ് യുവർ പോയിൻറ്റ്സ് ഇൻ സപ്പോർട്ടിങ് ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ 3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 4 പോയിൻറ്റ്സ് എഴുതാൻ പറഞ്ഞാലും എഴുതണം. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെതിരായിട്ട് എഴുതാൻ പറഞ്ഞാലും നമ്മൾ എഴുതണം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ് മെൻഡിങ് വാൾ. അപ്പോൾ അതിൻ്റെ അപ്രീസിയേഷനും പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്രീസിയേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പാഠം വായിച്ച് മനസ്സിലായെങ്കിൽ അതുകൊണ്ട് എഴുതിയേക്കണം. ഓക്കെ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദെയർ ഈസ് സംതിങ് ദാറ്റ് ഡസൻ ലവ് എ വാൾ? എന്തുകൊണ്ടാണ് കവി പറയുന്നത് അവിടെ എന്തോ ഒന്നുണ്ട് ആ മതിലിനെ സ്നേഹിക്കാത്തതായിട്ട്? വൈ ഡസ് ദ പോയറ്റ് മീറ്റ് ഹിസ് നൈബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിങ്? ഹൗ ഡു ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ? Why does the poet argue that there is no need of a wall in between his estate and that of his neighbor? How does the neighbor justify the need for walls or fences? Why does the poet consider the spring season mischievous
What are the contrasting views presented in the poem? നമ്മൾ ഒരു സിമ്പിൾ പോയത്തിലൂടെ വലിയൊരു തീമാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് അല്ലേ. ത്രൂ എ സിമ്പിൾ സോങ്, സിമ്പിൾ പോം, ഈ ഒരു സിമ്പിൾ പോയത്തിലൂടെ അദ്ദേഹം നൽകുന്ന, റോബർട്ട് ഫ്രോസ്റ്റ് നൽകുന്ന വലിയ തീം എന്താണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്. നമ്മുടെ കവിയും കവിയുടെ അയൽക്കാരനും അല്ലെ. കവി എന്തിനാണ്? ഹീസ് അഗെയിൻസ്റ്റ് ദ വാൾസ്, അദ്ദേഹം മതിലിനെതിരാണ്. പക്ഷേ നമ്മുടെ കവിയുടെ അയൽക്കാരൻ എന്താണ്? മതിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനൊരു ന്യായീകരണമുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ദ പോയറ്റ്സ് നൈബർ ബിലീവ്സ് ഇൻ ഹിസ് ഫാദർ സെയിങ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹത്തിന്റെ അയൽക്കാരൻ വിശ്വസിക്കുന്നു നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന്. നിങ്ങൾ വേണം ചിന്തിക്കേണ്ടത്, നമ്മൾക്കിടയിൽ അല്ലേ മതിലുകൾ വേണമോ വേണ്ടയോ എന്ന്. പുതിയൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.